ഇരുട്ടിൻ്റെ ലോകത്ത് വാഴുന്ന നമ്മൾക്ക് എന്തോ അത് മെസ്സേജ് അവിടെ കേക്ക് മക്കളെ. മലപ്പുറം ചോക്കാട് പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ ചികിത്സ. ജനറേറ്റർ തകരാറായതിനെ തുടർന്ന് ഒരാഴ്ചയായി മൊബൈൽ ഫോൺ വെളിച്ചത്തിലാണ് ചികിത്സ നടക്കുന്നത്. കുട്ടികൾക്കുള്ള കുത്തിവെപ്പ് നടത്തിയതും മൊബൈൽ വെളിച്ചത്തിലാണ്. നിരന്തരം കറന്റ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തോരം വിസ്മയങ്ങളാണ്. മൊബൈലിന്റെ വെളിച്ചത്തിലാണ് തുന്നലുകൾ, മൊബൈലിന്റെ വെളിച്ചത്തിലാണ് കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ നൽകുന്നത്, മൊബൈലിന്റെ വെളിച്ചത്തിലാണ് ഓപ്പറേഷൻ നടക്കുന്നത്, മൊബൈലിന്റെ വെളിച്ചത്തിലാണ് പ്രസവം എടുക്കുന്നത്. അങ്ങനെ വിസ്മയങ്ങളുടെ ഒരു കോലാഹലത്തിലാണ് നമ്മുടെ ഗവൺമെന്റ് എത്തിപ്പെട്ടിരിക്കുന്നത്. കൈയടിക്കണ്ടേ, ആനന്ദിക്കണ്ടേ അല്ലേ? എന്തൊരു ഗംഭീരമായ ഭരണ സംവിധാനമാണെന്ന് ആലോചിച്ച്. എന്തിനാണ് നമുക്ക് ഇത്ര കാലം പിണറായി വിജയൻ എന്തിനാണ് വൈദ്യുതി നൽകിയത്? സത്യം ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവൻ മൊബൈൽ വെളിച്ചത്തിൽ ഓപ്പറേഷൻ നടത്താൻ കഴിയുന്ന ആളുകളാണ്. ഇവിടുത്തെ ഡോക്ടർമാർക്ക് മൊബൈൽ വെളിച്ചത്തിൽ ഇഞ്ചക്ഷൻ അടിക്കാൻ കഴിയും, മൊബൈൽ വെളിച്ചത്തിൽ പരിശോധിക്കാൻ കഴിയും. അങ്ങനെ മൊബൈൽ വെളിച്ചത്തിൽ എല്ലാം ചെയ്യാൻ കഴിയുന്ന ഈ ഒരു കേരളത്തിൽ എന്തിനായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട പിണറായി വിജയൻ സഖാവേ താങ്കൾ കഴിഞ്ഞ 10 വർഷം ഒരു മുടക്കവും കൂടാതെ വൈദ്യുതി കൊടുത്തത്? ആവശ്യമുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയെന്നേ. ഇത് കണ്ടോക്കൂ. പ്രതിസന്ധിക്ക് കാരണം സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. അതിനു മുമ്പ് ചില പ്രതികരണങ്ങളിലേക്ക് പോകാം നമുക്ക്. എന്തിനാ പ്രതികരണം? കറണ്ട് ഇല്ല, ചോക്കാട് ഹോസ്പിറ്റലിൽ കറണ്ട് ഇല്ല. അപ്പൊ ജനറേറ്റർ ചോദിച്ചു നോക്കുമ്പോൾ ജനറേറ്റർ കേടാണ് പറഞ്ഞു. അപ്പൊ ഈ ആഴ്ച വന്നു, ഈ ആഴ്ച വന്നപ്പോഴും ജനറേറ്റർ കേടാണ്, കറണ്ട് ഇല്ല. ഇപ്പൊ കുത്തിവെപ്പ് എടുക്കുന്നുണ്ട്. ഒരാഴ്ച മുമ്പ് ഇദ്ദേഹം അവിടെ എത്തിയിരുന്നു, അപ്പോഴേ കറണ്ട് ഇല്ല. എന്നാൽ അവിടുത്തെ പഞ്ചായത്ത് ശ്രദ്ധിക്കണ്ടേ? ഈ കാര്യങ്ങളെല്ലാം തൊട്ടടുത്തുള്ള ജനപ്രതിനിധി ശ്രദ്ധിക്കണ്ടേ? ആരാണ് അവിടുത്തെ ജനപ്രതിനിധികൾ? LDF കാരണോ അത് UDF കാരണോ? ആരായാലും ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇത് പരാതി കൊടുക്കേണ്ടതല്ലേ? വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ വൈദ്യുതി ഇല്ല, ഇവിടെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല, അത് നേരാക്കണം, പണം വേണം. ഈ കാര്യം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗവൺമെന്റിനെ അറിയിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് അവിടുത്തെ ആളുകൾ അത് അറിയിച്ചില്ല? അനാസ്ഥയല്ലേ സുഹൃത്തുക്കളെ? അത് ഭീകരമായിട്ടുള്ള അനാസ്ഥ. ഒരാഴ്ചയാണ് കറണ്ട് ഇല്ലാതിരുന്നത്. നോക്ക്, അവിടെ ഇപ്പൊ മൊബൈലിന്റെ വെളിച്ചത്തിലാണ് കുട്ടികൾക്ക് കുത്തിവെപ്പ് എടുത്തത്. അതിലെന്തെങ്കിലും സംഭവിച്ചാൽ ആരോട് പറയും? മൊബൈൽ വെളിച്ചത്തിൽ കുത്തിവെപ്പ്, മൊബൈൽ വെളിച്ചത്തിൽ തുന്നലിടൽ, മൊബൈൽ വെളിച്ചത്തിൽ ഓപ്പറേഷൻ, പ്രസവം. ഹൗ കേരളം പോകുന്ന പോക്കുണ്ടല്ലോ അല്ലേ? ഒരു 10 വർഷമായിട്ട് പിണറായി വിജയൻ സഖാവ് മരിക്കുന്നു. അതിനുശേഷം VD സതീശൻ സഖാവല്ല VD സതീശൻ മേനോൻ മതി എന്ന് ഇവിടുത്തെ പൊന്നു ജനങ്ങൾ, വിവരം വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ തീരുമാനിക്കുന്നു ഈ മന്ത്രി മതി എന്ന്. അപ്പോഴത് അദ്ദേഹം മാറ്റം കൊണ്ടുവരുന്നു പറഞ്ഞു. മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി മാറ്റം, ഒരു രക്ഷയില്ല. പറയൂ, ഒരു ജനറേറ്റർ ഇല്ല, ഒന്നുമില്ല. അവിടെ എന്നും നിത്യരോഗികൾ വന്നുകാണ്ട് മടങ്ങി പോവുകയാണ്. അതിനൊരു പരിഹാരം കാണണം. തീർച്ചയായിട്ടും അതും ഇത്തരത്തിൽ വേണ്ടേ? ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിലാ നമ്മൾ. ഒരു ചെറിയ പനി വന്നാലോ, തുമ്മല് വന്നാലോ, ഒരു മുറിവ് വന്നാലോ നമ്മൾ നേരെ ഓടിച്ചെല്ലുന്ന സ്ഥലമാണ് കുടുംബാരോഗ്യ കേന്ദ്രം. ഇത് അവിടെ മുതൽ നശിപ്പിച്ച് പണ്ടാറട നടക്കുമെന്നാ തോന്നുന്നേ. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി പേരാണെങ്കിൽ K മുരളീധരൻ എന്നാണ്, ബഹുമാനപ്പെട്ട K മുരളീധരൻ. കൊറോണ വന്ന സമയത്ത് എണ്ണം കെട്ടവന്മാർ ഭരിച്ചുകൊണ്ടാണ് കൊറോണ വന്നത് എന്ന് LDF ഗവൺമെന്റിനെ പ്രാഗിയ ഒരു മന്ത്രിയുടെ പേര് കൂടിയാണ് K മുരളീധരൻ. അദ്ദേഹമാണ് ഇപ്പോൾ എന്ത് മന്ത്രി? ആരോഗ്യമന്ത്രി. ഒന്ന് ശ്രദ്ധിക്കണ്ടേ എൻ്റെ അപ്പ? ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? താങ്കളുടെ കീഴിലുള്ള ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി 7 ദിവസമായി കറണ്ടില്ല. കേന്ദ്രങ്ങളൊക്കെ ഈ ഹെൽത്ത് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് OP ടിക്കറ്റ് എടുക്കുന്നത് മുതലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് വൈദ്യുതി വേണമെന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ചോക്കാട് പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വൈദ്യുതി പലപ്പോഴുമായി ഇല്ലാതാകുന്ന സാഹചര്യമുണ്ട്. അതിന് ബദലായിട്ട് ഒരുക്കിയ സംവിധാനമാണ് ജനറേറ്റർ സംവിധാനം. പക്ഷേ അതും തകരാറിലായിട്ട് ആഴ്ചകൾ പിന്നിടുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയോടുകൂടി അവിടുത്തെ രോഗികളും ജീവനക്കാരും ഉൾപ്പെടെ നമ്മളുമായി സംസാരിച്ചപ്പോൾ ആശങ്കയൊന്നുമല്ല, ഇതൊക്കെ അതിഭീകരമായിട്ടുള്ള നല്ല മാറ്റമാണ് അല്ലയോ? ഇതൊന്നും ഒരിക്കലും നിങ്ങൾ ആശങ്കയായിട്ട് നിങ്ങൾ വാർത്ത വായിക്കുന്നത് ശരിയല്ല. ഇതൊന്നും ആശങ്കയായിട്ട് നിങ്ങൾ പറയരുത്. ഇതൊക്കെ പുതിയ നല്ല മാറ്റങ്ങളാണ് അല്ലേ? അങ്ങനെയല്ലേ പറയേണ്ടത്?
അല്ല സുഹൃത്തുക്കളെ, അങ്ങനെയല്ലേ? അല്ലെങ്കിൽ അല്ല, നിങ്ങളൊന്ന് കമന്റ് അടിച്ചേ, ഞാൻ നോക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ഇത് നല്ല മാറ്റമാണ്. നിങ്ങളുടെ അഭിപ്രായത്തിലോ? ബൈ.